നമസ്കാരം, വെൽക്കം ടു ഡി ഫാർമസി ഡിസ്കഷൻ. PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ഒരു പുതിയ നോട്ടിഫിക്കേഷൻ അറിയിക്കാനാണ് ഇന്നത്തെ വീഡിയോ. DHS DME ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 2020 PSC എക്സാമിൻ്റെ സിലബസ് PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിനു മുൻപ് വന്ന നോട്ടിഫിക്കേഷനിൽ സിലബസ് ബേസ്ഡ് ഓൺ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ടാണ് ഒരു എക്സ്പെക്റ്റഡ് സിലബസ് ഡിസ്കസ് ചെയ്തത്. ധാരാളം പേര് സിലബസിൻ്റെ PDF ലിങ്ക് ചോദിച്ചിരുന്നു. എക്സ്പെക്റ്റഡ് സിലബസ് ആയതുകൊണ്ടാണ് PDF ലിങ്ക് പ്രൊവൈഡ് ചെയ്യാഞ്ഞത്. സോ ഇപ്പോൾ PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന സിലബസ് ഡിസ്കസ് ചെയ്യാം. എക്സ്പെക്റ്റഡ് സിലബസിൽ നിന്നും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ മുൻ വർഷങ്ങളിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 എക്സാമിന് റിനൈസൻസ് ആൻഡ് കറണ്ട് അഫെയർസ് സിലബസിൽ ഉൾപ്പെടുത്തിയിരുന്നു. എങ്കിൽ ഈ വർഷം, അതായത് 2020 DHS DME ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 എക്സാമിന് റിനൈസൻസ് ആൻഡ് കറണ്ട് അഫെയർസ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, ഇനി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫാർമസ്യൂട്ടിക്സ് 1 and 2, ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി 1 and 2, pharmacognosy, pharmacology and toxicology, pharmaceutical jurisprudence, drugstore and business management, hospital pharmacy and clinical pharmacy. Okay, ഇവിടെ biochemistry and clinical pathology, health education and community pharmacy, then human anatomy and physiology. ഈ 3 സബ്ജക്ട്സും ഒഴിവാക്കിയിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ക്ലാരിഫിക്കേഷന് വേണ്ടി PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സിലബസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ഇനി ഓരോ സബ്ജക്റ്റിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് നോക്കാം. ഫാർമസ്യൂട്ടിക്സ് 1-ൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സ്റ്റെറിലൈസേഷൻ, പ്രോസസ്സിംഗ് ഓഫ് ടാബ്ലറ്റ് ആൻഡ് ക്യാപ്സ്യൂൾസ്, ദെൻ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി 1, ആസിഡ് ബേസ് ബഫേഴ്സ്, antimicrobials and astringents, then expectorants and emetics, antidotes, then pharmacognosy, laxatives, cardiotonics, carminatives and GI regulators, drugs acting on nervous system, antihypertensive, antitussive, antirheumatics, anti-tumor, antileprotics, antidiabetics, diuretics, antidysenterics, antiseptics and disinfectants, antimalarials, oxytocic, vitamins, enzymes, perfumes and flavoring agents. Then ഇതിലൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന എക്സാമ്പിൾസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. Then pharmaceutics 2, biphasic liquid dosage form, emulsions, dental and cosmetic preparations, parenteral dosage form, ophthalmic products. ഇനി pharmaceutical chemistry 2-ൽ വരുന്നത് antiseptics and disinfectants, sulfonamides, antileprotic drugs, antitubercular drugs, antibiotics, antifungal agents, antimalarial drugs, triangulizers, antidepressant drugs, adrenergic drugs, adrenergic antagonist, cholinergic drugs, cholinergic antagonist, diuretic drugs, anti-neoplastic drugs. Then pharmacology and toxicology, drugs acting on central nervous system, centrally acting muscle relaxant and anti-Parkinson's agent. Then drugs acting on autonomic nervous system, drugs acting on eye, autocoids, cardiovascular drugs, drugs affecting renal function, hormone and hormone antagonist, chemotherapy of microbial diseases. Then pharmaceutical jurisprudence-ൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫാർമസി ആക്ട് 1948, ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് 1940, ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട്, then narcotic drugs and psychotropic substance act 1985. ഇനി ഡ്രഗ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെൻ്റ് ആണ്. ഡ്രഗ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് സിലബസിൽ ഉണ്ടോ എന്ന ഒരു കമൻറ്റ് കണ്ടിരുന്നു. ഇപ്പോഴത്തെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഡ്രഗ് സ്റ്റോർ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റിൽ വരുന്നത് ഡ്രഗ് ഹൗസ് മാനേജ്മെൻറ്റ്, ഇൻവെൻട്രി കൺട്രോൾ, സെയിൽസ് പ്രൊമോഷൻ, മാർക്കറ്റ് റിസർച്ച്, ദെൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ഒക്കെയാണ്. ദെൻ ഹോസ്പിറ്റൽ ഫാർമസി, ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇൻ ഹോസ്പിറ്റൽസ്, മാനുഫാക്ചറിംഗ്, ദെൻ ഫാർമസി തെറാപ്യൂട്ടിക് കമ്മിറ്റി, ഡ്രഗ് ഇൻഫർമേഷൻ സർവീസ് ആൻഡ് ഡ്രഗ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ, സർജിക്കൽ ഡ്രസ്സിങ്സ്. ഇനി ക്ലിനിക്കൽ ഫാർമസിയിൽ വരുന്നത് ഡിസീസസ്, physiological parameters with their significance, drug interaction, adverse drug reaction, drugs in clinical toxicity, then drug dependence, drug abuse, bioavailability of drugs including factors affecting it. ഓക്കെ, ഇത്രയുമാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഏത് സബ്ജക്റ്റാണ് കൂടുതൽ പഠിക്കേണ്ടത്, ഏതിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നത് എന്നൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. സോ ഈ സിലബസ് ചെക്ക് ചെയ്യുമ്പോൾ pharmaceutical chemistry 2, pharmacognosy, pharmacology and toxicology, then hospital and clinical pharmacy,
ഈ 4 സബ്ജക്ട്സും ഡിപ്ലോമ ലെവൽ സിലബസിൽ നിന്നും ഓൾമോസ്റ്റ് എല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ എക്സാമിന് വേണ്ടി പ്രിപ്പറേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 4 സബ്ജക്ട്സിനും ടൈം ഏറെ കൊടുത്ത് പഠിച്ചു തുടങ്ങാം. ആൻഡ് എല്ലാ സബ്ജക്ട്സും ഇമ്പോർട്ടൻ്റ് ആണ്, അത് വിട്ടുപോകരുത്. ഓക്കെ, ഇനി ഈ സിലബസ് പ്രകാരമായിരിക്കും ഈ ഒരു പർട്ടിക്കുലർ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. 3 മന്ത്സിനുള്ളിൽ നന്നായി തന്നെ പഠിച്ച് കവർ ചെയ്യാൻ കഴിയുന്ന ഒരു സിലബസ് ആണ്. Okay, then all the best and thank you so much for all the support and comments.